നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ അതിലെ താരങ്ങളെ വിലയിരുത്തും, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെ ആയാലും ഒക്കെ നമുക്ക് ഓരോരുത്തരെ പറ്റി നമ്മുടെ ഒരു ഇംപ്രഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ. സിത്താര എന്നുള്ള സിംഗറിനെ ഒറ്റ വാചകത്തിൽ എങ്ങനെ വിലയിരുത്തും? ചോദ്യം വരും, ചിരിക്കണ്ട, വരും. ആദ്യം സൂരജിൻ്റെ ടേൺ. സിത്താരെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള എഫേർട്ട് ഒരുപാട് ഇടുന്നു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആസ് എൻ മ്യൂസിക്കലി നമ്മൾ എത്രത്തോളം നമ്മൾ അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കുന്നു അത്രയും നമ്മൾ നന്നാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വൈബാണ് എനിക്ക് സിത്താരയുടെ പാട്ട് രക്ഷപ്പെട്ടു. ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അവരുടെ മ്യൂസിക്കാലിറ്റി മാത്രമല്ല, അവർ അതർവൈസ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ, ഒരു ടോട്ടൽ മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ ഇതിനെയൊക്കെ സൂരജ് നോക്കി കാണുന്ന രീതിയും ഭയങ്കര പ്രത്യേകത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അവനവൻ വിശ്വസിക്കുന്ന കാര്യം ഉറച്ച് സൂരജിന് ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര പോസിറ്റീവാണത്. ഒരുപാട് പേർക്ക് വലിയ ഇൻസ്പിറേഷനാണത്. കേട്ടോ, ഇത്രയും പ്രത്യേകതകളൊക്കെ ഉള്ള സൂരജ് പാടി കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം. എന്താണ്? കാന്ത. തീർച്ചയായും. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ, കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, തിമിലയെനിക്കൊന്നു കാണണം കാന്ത, തിമിലയെനിക്കൊന്നു കാണണം കാന്ത, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത, കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ, കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ, കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. സ്ഥിരമായിട്ട് തൃശ്ശൂർ പൂരം കാണാൻ വരാം എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നല്ലേ? അതെ, തൃശ്ശൂരിൽ നിന്ന് കല്യാണാലോചന വന്ന് ചേർന്നതാണ്. ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. തൃശ്ശൂർക്ക് പോയതാണ്. എഫേർട്ട് ഒക്കെ എടുത്തിട്ടാണ് ഇപ്പൊ സംഗീത സംവിധായികയെ കൂടി ആവാൻ തയ്യാറെടുക്കുന്നത്. കാരണം അത് ഭയങ്കര ഭാരമുള്ളൊരു വാക്കാണ്. ചെറിയ സംഗീത സംവിധായിക എന്ന് പറയാം, ഭാരം അല്പം കുറച്ച്. അങ്ങനെയില്ല. ഞാൻ എൻ്റെ ഒരു പുതിയ സിനിമ ഉടലാഴം എന്ന് പറഞ്ഞിട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ ആവൾ അദ്ദേഹം ചെയ്യുന്നൊരു വളരെ മനോഹരമായിട്ടുള്ള തീമാണ്. ഒരു പാരലൽ സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ബാല്യകാല സുഹൃത്താണ് മിഥുൻ ജയരാജ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിഷ്യനാണ്. അപ്പം മിഥുനും ഞാനും ഒരുമിച്ച് ചേർന്നിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു അങ്ങനെ പാട്ടുണ്ടായി വരുന്നതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ട് തീർച്ചയായിട്ടും. അതിൻ്റെ കൂടെ പഠനവും നടക്കുന്നുണ്ട്. നേരത്തെ സൂരജ് പറഞ്ഞ പോലെ ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്, കൺസേർട്സ്, അങ്ങനെ എങ്ങനെ ഇതിനൊക്കെ കൂടെ സമയം കണ്ടെത്തണം എന്നുള്ള ചോദ്യം. ഇതിലും എത്രയോ എഫേർട്ട് എടുത്ത ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അത് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്നുള്ളൊരു വാസ്തവമാണ്. അപ്പോൾ ഈ കിട്ടിയ ഒരു സൗഭാഗ്യം ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിനോട് ഉത്തരവാദിത്തം കാണിക്കണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാധനം ചെയ്യണുള്ളൂ. ഇനി അങ്ങനെ ആ പ്രിയപ്പെട്ട ഗുരുവിന് വേണ്ടി ഒരു പാട്ട് കേൾക്കണ്ടേ? സൂരജ് മുഖ നാ ജേബേ പശ്ചിമ നാ ജേബേ बिंदिया का रंग उड़ जाए, हाय राम बिंदिया का रंग उड़ जाए, लाख टका की मोरे बिंदिया, लाख टका की मोरे बिंदिया, वो तुम नदी नजरिया लगाए रे, हरा बिंदिया का रंग उड़ जाए, सूरज मुख ना जेबे पश्चिम ना जेबे, बिंदिया का रंग उड़ जाए, हरा बिंदिया का रंग उड़ जाए. വിഷു എന്ന് പറഞ്ഞാൽ ഒരു തുടക്കമാണ്, ഒരു വർഷത്തിൻ്റെ തുടക്കമാണെന്നാണ്. അപ്പോൾ ഈ വർഷത്തെ പ്രതീക്ഷകളൂടെ പറയുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമാവും തോന്നുന്നു. മ്യൂസിക്കലി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മസാല കോഫിയുടെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പുതിയ പ്രോജക്റ്റ് ഒന്നൊന്നായി വരുന്നുണ്ട്. മാത്രമല്ല എൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്ന, ഞാനും ഒരു മ്യൂസിക് പ്രൊഡ്യൂസറും കൂടി ചേർന്ന്, അരുൺ വർഗീസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് പ്രൊഡ്യൂസറും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്, അതിൻ്റെ പണിപ്പുരയിലാണ്. അത് ഈ വർഷം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പിന്നെ ഒരുപാട് കൊളാബറേഷൻസ് ഈ പ്രാവശ്യം ഈ വർഷം ശരിയായി വരുന്നുണ്ട്. ഒരുപാട് മ്യൂസീഷ്യൻസായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള അതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതിനോരോന്നായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റ് തിരുവാവണി രാവിലാണ് കഴിഞ്ഞ വർഷം അവസാനിച്ചല്ലേ. അപ്പോൾ ഈ വർഷത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സത്യ എന്ന് പറഞ്ഞ ജയറാമേട്ടൻ്റെ സിനിമ, അതിലൊരു സെമി ക്ലാസിക്കൽ ഒരു 90s ഓർമ്മപ്പെടുത്തുന്ന ഒരു വിൻറ്റേജ് ഡാൻസ് നമ്പറാണ്. അത് ശ്രീ ഗോപി സുന്ദർ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷനാണ്. പിന്നെ തമിഴിൽ വണ്ടി എന്ന് പറഞ്ഞ സിനിമ, സൂരജ് എസ് കുറുപ്പിൻ്റെ ഒരു പാട്ടുണ്ട്. പിന്നെ ഗോദ, അത് അഗൈൻ തിരുവാവണി രാവിൻ്റെ അതേ ടീം തന്നെ. പിന്നെ തൊണ്ടി മുതലും രക്സാക്ഷിയും, അതിൽ ബിജി ബാലേട്ടൻ്റെ ഒരു നല്ല പാട്ടുണ്ട്. പിന്നെ പിപ്പിലാന്ത്രി, അങ്ങനെ സിനിമകൾ പാടി വെച്ചിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്. വിഷു ആണ്, പക്ഷെ എന്നാലും നമുക്ക് തിരുവാവണി രാവും കൂടെ കേട്ട് നമുക്കിതങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. സന്തോഷം. അങ്ങനെ മലയാള ചുണ്ടിൽ എന്നെന്നും നിലനിൽക്കുന്ന കുറേ പാട്ടുകൾ പാടാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാവട്ടെ. അത് കേൾക്കാൻ ഒരു ആസ്വാദക എന്ന നിലയിൽ എന്നെ പോലെയുള്ള എല്ലാവർക്കും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. ആഗ്രഹിക്കുന്ന വഴി, വേറിട്ട വഴിയെ തന്നെ മുന്നോട്ട് പോകാൻ രണ്ടുപേർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നല്ലൊരു വിഷു ആശംസിക്കുന്നു രണ്ടാൾക്കും. താങ്ക് യു സോ മച്ച്.